ഹലോ ഗൈസ്, വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമ്മൾ കുറച്ച് ചെടിയിൽ നിന്ന് അമര പറിച്ചിട്ട് വന്നായിരുന്നു ഗൈസ്. നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ തന്നെ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ തോരൻ വെച്ചിട്ട് ചെറുപയർ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഉച്ചയ്ക്കുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്കതിനായിട്ട് 2-3 പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം ചെടിയിൽ നിന്ന് പറിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കണം. അപ്പോൾ ഞാൻ ചെറുപയർ കറിക്കും അമരത്തോരനുള്ള സവോളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചെറിയ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപയർ. അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ വിട്ടെടുത്തിട്ടുണ്ട്. നല്ല മയത്തിലൊന്ന് ഉടച്ചെടുത്ത ശേഷം നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മൺപാത്രത്തിലാണ് താളിച്ചെടുക്കണത്. മൺപാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ചൂടായതും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഒരു 5-6 ഇട്ട് കൊടുക്കാണ്. ഇനി അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചെറുപയറുണ്ടെങ്കിൽ എല്ലാത്തിനും പറ്റും കേട്ടോ ഈ കറി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക ഗൈസ്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഈ ഉടച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പും ഒഴിച്ചു കൊടുക്കാൻ. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ കറി വേറെ പാത്രത്തിൽ മാറ്റാം. ആ പാത്രത്തിൽ തന്നെ ഞാൻ അമരത്തോരനും വെക്കാൻ പോവാണ്. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാൻ. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതും നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ഒരു സവോളയും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന അമരയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അമര. അപ്പോൾ അതും കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിലേക്ക് ലേശം തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള അമരത്തോരൻ റെഡിയാവും. ഇത് തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വന്ന അമരയാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ തോട്ടത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം കതിരമ്പതി എന്ന സ്ഥലമാണ് ഗൈസ്. കട്ടപ്പാടി കതിരമ്പതി എന്ന സ്ഥലത്താണ് നമ്മുടെ തോട്ടമൊക്കെ ഉള്ളത്, പറമ്പുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് പറിച്ചിട്ട് വന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ അമരത്തോരൻ റെഡിയാവും. ഇതുപോലെ കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. അപ്പം അങ്ങനെ അമരത്തോരൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിതിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള അമരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കറിയും ലഞ്ചുള്ളത് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന